ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നിങ്ങൾക്കൊരു ഓട്ടടൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അമ്മമ്മ ഇവിടെ വന്നാൽ ഓട്ടട ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇതാ പച്ചരി നല്ല രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം കുറച്ച് പച്ചരി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വെറും പച്ചരി മാത്രം. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള പച്ചരിയും പിന്നെ അതേപോലെ ഞാനൊരു 2 പിടി ചോറാട്ടിട്ടുള്ളൂ. അതും കൂടെ അതിലിട്ട് കൊടുത്തിട്ട് ഒരു ആവശ്യത്തിന് അത് അരയാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോഴിമുട്ട അതിക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. നേരത്തെ ഞാൻ വെറും അരി മാത്രമാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ഇപ്പോൾ അതാ ചോറും അരിയും കോഴിമുട്ടയും കൂടെ അരച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കട്ടിയിലാണ് കേട്ടോ. ഒന്നും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം. ഇപ്പോൾ അതാ ഞാൻ അതിക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ നമ്മളെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് എടുക്കുക. തേങ്ങ ഉള്ളത് മാതിരിയൊക്കെ എടുക്കുക. തേങ്ങ കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇനി ഞാനിതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കണം കേട്ടോ. എന്നാലേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ അതാ ഞാൻ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മളെ പത്തിരി ചട്ടി ഉണ്ടല്ലോ, പഴയ പത്തിരി ചട്ടി, നമ്മൾ മണ്ണിൻ്റെ പത്തിരി ചട്ടിയിലാണല്ലോ ആദ്യമൊക്കെ പത്തിരി ഉണ്ടാക്കിയിരുന്നത്. ആ ചട്ടിയിലാണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ ഓട്ടട ചുടാനായിട്ട് എടുത്ത് വെക്കുന്ന ചട്ടിയാണ്. അപ്പോൾ ഇതിലിതാ ഒരു തവി പാർന്നപ്പോൾ ചെറുതേക്കാനാണ്. അപ്പോൾ ഞാനൊരു ഇതിലൊരു 1/4 ഭാഗം കൂടെ പാർന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇതേമാതിരിയുള്ള ബബിൾസ് വരുന്നത് വരെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു കുഴിയുള്ള പാത്രം കൊണ്ട് വേണ്ടിട്ട് അത് മൂടി വെക്കാൻ. അപ്പം ഞാനിതൊന്ന് മൂടി വെക്കട്ടെ. എന്നിട്ട് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുക. ഞാൻ ഗ്യാസുമ്മേണ് ഉണ്ടാക്കൽ. ഇന്നിപ്പോൾ ഞാൻ അടുപ്പത്ത് തീ പിടിപ്പിച്ചപ്പോൾ ഞാൻ അടുപ്പത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ ഞാനിതൊന്ന് എടുത്ത് നോക്കട്ടെ. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് മൂടി വെച്ചാൽ മതി. അപ്പോൾ അതാ ഇത് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ കിട്ടും. അടി പിടിക്കും കരിയും ഒന്നും ചെയ്യൂല. പിന്നെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാട്ടത്. ഇത് നമ്മളിങ്ങനെ കറി വേണമെന്നൊന്നുമില്ല. ഞങ്ങൾക്ക് കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിക്ക് കറി വേണമെന്നൊന്നുമില്ല. ഇതും കട്ടൻ ചായയും കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എത്ര ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.